മലയാളി ഒരു മലയാളി വിട്ടതാ പുള്ളി വിളിച്ചു പറഞ്ഞു വിട്ടത് നമ്മളെ മുജാഹിദിന്റെ ഇവിടെ ഒരു സെന്റർ ഫ്ലാറ്റിൽ ഒരു മുജാഹിദിന്റെ ക്ലാസ് എടുക്കുന്ന ഒരു ചാൻസ് എന്റെ റൂമിനോട് ചേർന്ന് എന്റെ വീടുമായിട്ട് എപ്പോഴും അങ്ങോട്ട് പുള്ളി നിങ്ങൾ അങ്ങോട്ട് വിട്ടതാണ് അവിടെ ഒരാൾ അവിടെ വിളിച്ച് ചോദിച്ചിട്ട് ഇവിടെ കുറച്ച് ശ്രമിച്ചിട്ട് പറഞ്ഞ് ഇന്ന പോലെ പോയാൽ നമുക്ക് ഇത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഫെയറാണോ കണ്ണാണോ ക്രാക്കാണോ അസുഖമാണോ എന്നുള്ളതിനെ പറ്റി നമുക്ക് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. അത് രണ്ടുപേരുണ്ട്. അതിൽ ഒരാള് ഡോക്ടറാണ്, പുള്ളി പക്ഷേ ട്രീറ്റ്മെന്റിന് ചെല്ലുന്ന ആളിനെ അസുഖക്കാരനല്ലെങ്കിൽ ഈ ട്രീറ്റ്മെന്റിലോട്ട് മാറ്റും. ഈ രണ്ടും മലയാളികൾ തന്നെ. അത് അല്ല, ഒന്ന് ഈ ഡോക്ടർ പഠിപ്പിച്ച ആളെ മറ്റേ അടുത്ത ഞാൻ പോയത് എന്നെ വിട്ടത് മറ്റേയാളുടെ അന്നേരം ഡോക്ടർ നാട്ടിൽ പോവാ. അതുകൊണ്ടാണ് എന്നെ അവിടെ വിളിക്കുന്ന കേസുകാരനല്ല, ഞാൻ സുന്നിയാണ്, യഥാർത്ഥ സുന്നിയാണ്. പക്ഷെ നമുക്ക് അസുഖം വരുമ്പോ മുജാഹിദ് സുന്നിയൊന്നും പറയുന്നില്ല. പിന്നെ ഇവര് എനിക്ക് വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ ഉസ്താദിനെ വിളിച്ചോണ്ട് വന്ന് അവര് 4-5 പേര് വന്നു. ഉസ്താദ് വന്നിട്ട് ഓതിയിട്ട് അയാൾ അടിക്കുകയും ചെയ്തു. എന്നെ എർത്തടിക്കുന്ന കുത്തുന്നൊക്കെ ഞാൻ കാണുന്നുണ്ട്. എന്റെ അടുത്ത് പറഞ്ഞാൽ അയാള് റൂമിൽ ഇതൊക്കെ വെച്ചിരിക്കുക അല്ല, എന്റെ റൂമിൽ വന്ന് എന്റെ വീട്ടിൽ അവരുടെ റൂമിൽ എർത്തിന്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് എർത്തെന്ന് പറയുന്ന ഒരു വയറ് പ്ലഗ് പിന്ന് കുത്തിയ വയറ് മാത്രം മരുന്നകത്ത് അടിക്കുക. അടിക്ക് കൂടെ എന്റെ കൂട്ടുകാർ 2-3 പേര് ഇവിടെ അൽമക്തവ ജോലിയുള്ള മൊയ്തീന് ഇവര് ഈ അൻവറൊക്കെ എന്റെ അടുത്ത് നിൽപ്പുണ്ട്. കൂടെ എന്റെ കൂട്ടുകാർ 2-3 പേര് ഇവിടെ അൽമക്തവ ജോലിയുള്ള മൊയ്തീന് ഇവര് ഈ അൻവറൊക്കെ അൽമക്തവ ജോലിയുള്ള മൊയ്തീന് ഇവര് ഈ അൻവറൊക്കെ അൽമക്തവ ജോലിയുള്ള മൊയ്തീന് ഇവര് ഈ അൻവറൊക്കെ എന്റെ അടുത്ത് നിൽപ്പുണ്ട്. അപ്പൊ നമ്മളെ ഈ ഇവിടെ മുജാഹിദിന്റെ ആളുകൾ കൂടെ ഉണ്ടോ? ഉണ്ട്. അവരും കൂടെ എന്താ ചെയ്യുന്നത്? എന്താ ഇവിടെ അൻവർ എന്ന് പറയുന്ന ആളാണ്. അവരും കൂടുണ്ട്. ഇവരെ കൊണ്ടുവന്നാൻ പറയുന്ന പക്ഷെ അതന്നെ എനിക്ക് അത്ഭുതം. ഇത് നടത്തുന്നത് മുജാഹിദാണ് നിങ്ങൾ പറയുന്നത്. ഇതിൽ 2 വിഭാഗമുണ്ട്. നടത്തുകയല്ല, അല്ല ഇതിന് വേണ്ടി പറഞ്ഞേക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റും. 2 വിഭാഗമുണ്ട്. പറയട്ടെ, പിടിക്കലും ഷോക്കടിപ്പിക്കലും എന്നൊക്കെ പറഞ്ഞു അതൊന്നും മുജാഹിദിന്റെ ചികിത്സ. ഈ നിങ്ങളെ കൊണ്ടുപോയ അൻവർ എന്ന് പറയുന്നവനൊക്കെ ചിലപ്പോ ഇയാൾ ഇങ്ങനത്തെ ഒന്നും ചെയ്യുന്ന അറിയില്ലോ. അൻവറിന് ലാസ്റ്റ് പേടിയായി. ലാസ്റ്റ് പേടിയായി. പിന്നെ എങ്ങനെ പറയാതിരിക്കും എന്നുള്ള കണ്ടീഷനില്ല. എനിക്ക് അസുഖമൊന്നുമില്ല പ്രത്യേകിച്ച്. നിങ്ങൾക്ക് എന്തായിരുന്നു കുഴപ്പം? എനിക്ക് അസുഖമൊന്നുമില്ല പ്രത്യേകിച്ച്. ഈ അൻവറും പിന്നെ ഈ മൊയ്തീൻ കുട്ടിയൊക്കെ വന്ന് വിളിക്കുക. ഏതാണ്ട് 7-8 മാസത്തോളം ഞാൻ ഇതുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പിന്നീട് ഇപ്പൊ നാട്ടിൽ പോയി വന്നിട്ട് നാട്ടിൽ പോയിട്ട് വന്നതിന് ശേഷമാണ് ഇപ്പം ഞങ്ങൾ ഇതിന് കയറി വന്നിട്ട്. എനിക്ക് 1.5 ലക്ഷം റിയാൽ എനിക്ക് നഷ്ടപ്പെട്ടു. എനിക്ക് 1.5 ലക്ഷം റിയാൽ എനിക്ക് നഷ്ടപ്പെട്ടു. എനിക്ക് 1.5 ലക്ഷം റിയാൽ എനിക്ക് നഷ്ടപ്പെട്ടു. ഇരുന്ന് വീട്ടിൽ വന്ന ഒരു ദിവസം താമസിച്ചില്ല, വന്ന് 12 മണിയാകുമ്പോൾ തിരിച്ചുപോയി. നമ്മളെ മുജാഹിദിലെ ദമാമില് എല്ലാരും സെന്ററിലുള്ള എല്ലാരും വന്നിരുന്ന ഈ മുജാഹിദീരൊക്കെ വന്നിരുന്നു. അവര് സുലൈമാൻ അൻവറിന്റെ കെയറോഫിലൂടെ 3-4 കൂട്ടുകാരും വന്നിരുന്ന് കെയറോഫിലൂടെ 3-4 കൂട്ടുകാരും വന്നിരുന്ന് സ്ഥിരമായിട്ട് രാത്രിയൊക്കെ എനിക്ക് അവനെ ഇരുത്തിക്കൊണ്ട് അല്ലെ കിടത്തിക്കൊണ്ട് മാറി നിർത്താതെ മാറി കുഴയുമ്പോഴേ അൻവറിന്റെ കൂട്ടുകാരാണ് മലയാളികളാണ്, എല്ലാം മലയാളികൾ. സ്ഥിരമായിട്ട് രാത്രിയൊക്കെ എനിക്ക് അവനെ ഇരുത്തിക്കൊണ്ട് അല്ലെ കിടത്തിക്കൊണ്ട് മാറി നിർത്താതെ മാറി കുഴയുമ്പോഴേ അൻവറിന്റെ കൂട്ടുകാരാണ്, മലയാളികളാണ്, എല്ലാം മലയാളികൾ. പിന്നുകുത്തുന്നതും പിന്നുകുത്തുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്, എനിക്കറിയാം. കറണ്ടിലോട്ട് പിന്നുകുത്തുന്നതും ഒക്കെ എനിക്കറിയാം. ഇന്ന അപ്പോഴാണ് ഈ അൻവറൊക്കെ പേടിച്ചു പോയത്. ഇന്ന സമയത്ത് ഇന്ന ആയത്ത് ഇന്നടുത്ത് വരുമ്പം അപ്പൊ അൻവറൊക്കെ പേടിച്ചു കുത്തുമ്പോൾ നമ്മളറിയുന്നത് നിർത്തടിച്ച് നമ്മള് ജെട്ടത്തില്ല, തെറിക്കത്തില്ല. കാരണം ഇങ്ങനത്തെ ചികിത്സ ഒന്നും മുജാഹിദാര് ചെയ്യൂലേ. അങ്ങ് പേടിച്ച് പറഞ്ഞ നമുക്ക് ആ ട്രീറ്റ്മെന്റ് വേണ്ട എന്നുള്ള പെണ്ണുങ്ങൾ പറഞ്ഞ് അൻവറിന്റെ പറഞ്ഞില്ല. വരുമ്പോഴ് ഇനി കുടുംബസമേതം ഇവിടെ മറ്റേ ഉള്ളാളത്തൊന്ന് പോണം എല്ലാവരുടെ. പുള്ളി ഉള്ളാളത്തിന്റെ അതിന്റെ ആണ് എന്തുണ്ടെങ്കിലും നേർച്ച ഉള്ളാളത്തിൽ കാണുന്നു. പിന്നെ മുത്തുപേട്ട 5-6 വഞ്ചി വെച്ചിട്ടുണ്ട്. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇതനുസരിച്ച് എന്തെങ്കിലും ഇട്ടേക്ക്. എന്നിട്ട് ഞങ്ങളുടെ അടുത്തൊരു ചെറിയ പള്ളിയുണ്ട്, ആ പള്ളിയിലും പോകാൻ പറയാം. അവിടെ പോയി ഒരു 10 വാങ്ങിച്ചു കൊടുക്കാൻ പറയാം. അങ്ങനെയൊക്കെ